രാമായണത്തിലെ രാവണന്റെ ശത്രു രാവണൻ. അവൻ കടലിൽ നിന്ന് പല ആയിരം കിലോമീറ്റർ ദൂരത്തിലാണുള്ളത്. ശ്രീകൃഷ്ണന്റെ ശത്രു കംസൻ, അമ്മാവൻ, സ്വന്തം അമ്മാവൻ. പാണ്ഡവരുടെ ശത്രു കൗരവர்கள், സഹോദരങ്ങൾ, രക്തബന്ധം. എൻ്റെ ശത്രു എൻ്റെ കൂടെ തന്നെയുള്ളത്. അവൻ കാരണം ഞാനിന്ന് മരിക്കാൻ പോകുന്നു. അവൻ കാരണം ഞാൻ എന്തിനാ മരിക്കാൻ പോകുന്നതെന്നായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി വരണമെങ്കിൽ എൻ്റെ ലൈഫിലെ A to Z ഒരിക്കലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എൻ്റെ ജീവിതം ഇതേ തിയേറ്ററിലാണ് ആരംഭിച്ചത്. ഹലോ ബ്രദർ റിലീസായ എന്നാണ് ഞാൻ ഈ ഭൂമിയിൽ റിലീസായത്. ജനിക്കാൻ പോകുന്ന ടെൻസാണെന്ന് എൻ്റെ അച്ഛൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ സോളോ എൻട്രി കാരണം എൻ്റെ അച്ഛൻ ഡിസപ്പോയിൻ്റായി. ഞാൻ വളരും തോറും എൻ്റെ അച്ഛനെ ഭയങ്കരമായി കൺഫ്യൂസ് ചെയ്തു. ഞാൻ സ്കൂളിൽ പോവില്ല. സ്കൂൾ അധ്യാപകന്റെ മകൻ സ്കൂളിലേക്ക് പോവില്ല. ശരിയെങ്കിൽ വാ, നമുക്ക് TV കാണാം. യോ, സ്കൂളിൽ പോവാൻ ടൈമായല്ലോ. കുറച്ചു നേരം മുമ്പ് വയറുവേദന എന്ന് പറഞ്ഞു. നെഞ്ചുവേദന വന്നാലും സ്കൂളിൽ പോവാതിരിക്കരുത്. ABCD എഴുതുന്ന പ്രായത്തിൽ എന്റെ മോനെ A+B² എഴുതുന്നത് എന്റെ ചക്കര കുട്ടി. Really? Tell me. A for? Alex. B for? ബാലയ്യ. C for? ചിരഞ്ജീവി. Shut up. Dismissed. നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാണ്. ആ ബാബയുടെ അനുഗ്രഹത്തിലാ ജോലി കിട്ടിയത്. നീ കാരണം അതും പോയി. കഴിക്ക്. പരിപ്പ് ചോറ് വേണ്ട, എനിക്ക് ചിക്കൻ മതി. ആദ്യം ചിക്കൻ കഴിക്കാൻ കൊടുക്ക്. കോഴിയെ കൊന്നതാണോ? പാവല്ലേ അമ്മേ. ചിക്കൻ വേണ്ട, പരിപ്പ് ചോറ് തന്നെ മതി. എന്തായി ഡോക്ടർ? അത് പിന്നെ സാറേ, നിങ്ങളുടെ മോൻ 2 ബ്രെയിനോടെയാണ് ജനിച്ചിരിക്കുന്നത്. 2 ബ്രെയിൻസോ? അങ്ങനെ ആരെങ്കിലും ജനിക്കുമോ ഡോക്ടർ? ഇവിടെ ജനിച്ചല്ലോ പെങ്ങളെ. ഇവൻ മാത്രമല്ല, ഈ ലോകത്തിൽ ഇതുപോലെ ഒരുപാട് പേര് ജനിച്ചിട്ടുണ്ട്. ജപ്പാനിൽ ഒരുത്തനുണ്ട്, പേര് അക്കിറ കുസായോ. ഹി വാസ് ബോൺ വിത്ത് 2 ബ്രെയിൻ. ജഗർത്താലിൽ ഒരു പെണ്ണുണ്ട്, പേര് ജിൻഹാൻ ഹെത്ര. 2 ബ്രെയിനോടെയാണ് ജനിച്ചിരിക്കുന്നത്. ഈയിടെയായിട്ട് ഡൽഹിയില് ഒരുത്തൻ 2 ഹൃദയവുമായാണ് ജനിച്ചിരിക്കുന്നത്. ഹി ബോൺ വിത്ത് 2 ഹാർട്ട്സ്. ശരി, അപ്പൊ രണ്ടാമത്തെ ബ്രെയിൻ എടുത്താലോ ഡോക്ടർ? എന്റെ പെങ്ങളെ പറിച്ചെറിയാനത് പല്ലല്ല, ബ്രെയിനാണ്. 30 ലക്ഷം ആവും, കുഴപ്പമില്ലേ? എന്റെ പേരിലൊരു വീടുണ്ട് സാർ, അത് വിറ്റ ഒരു 3 ലക്ഷം കിട്ടും. ബാക്കി കാശ് നിങ്ങൾ. എന്റെ സാറേ, ഞാനൊരു കാര്യം ചെയ്യാം. ആകാശവാണിയിൽ ഒരു പരസ്യം കൊടുക്കാം. ദൂരദർശനില് ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് നമുക്ക് ഈ കാര്യം പറയിപ്പിക്കാം. ആരുടെയെങ്കിലും മനസ്സലിയാതിരിക്കില്ലല്ലോ. വേണ്ട ഡോക്ടർ, ഈ കാര്യം പുറലോകം അറിഞ്ഞ എന്റെ മോനെ മ്യൂസിയത്തിലെ ശില്പം പോലെ നോക്കും. ഒരു അച്ഛനായ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഡോക്ടർ. ഞാൻ നോക്കിക്കോളാം, വാടി.